ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അബുദാബിയിലെ കുറച്ച് പ്രഭാത കാഴ്ചകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് അപ്പുറത്തുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 6:30 അടുപ്പിച്ച സമയമായിട്ടുണ്ട്. പക്ഷേ നേരം നല്ല രീതിയിൽ പുലർന്നിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു കുറച്ച് കടൽ തീരമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്നോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ഹൈവേയിലേക്കാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെയൊക്കെ സെറ്റപ്പ്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നേരെ മുമ്പിലാ കാണുന്നത് മാംഗ്രോവ്സ്, ഈസ്റ്റേൺ മാംഗ്രോവ്സ് അനന്തരയുടെ റിസോർട്ടാണ്. ഇവിടെ നിറയെ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴെ അണ്ടർപാസും പോകുന്നുണ്ട്. ഇനി സീബ്ര ലൈന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം നമുക്ക്. ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീബ്ര ലൈന് ക്രോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്നുമില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. ഇതിവിടെ ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലുപ്പത്തിലാണ് റോഡിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഭാഗം. നിറയെ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫ്ലൈ ഓവറുകൾ. ഇനി ഇവിടെ നമുക്ക് നിൽക്കണം. ഓക്കെ, ഇതും ഗ്രീൻ കത്തി. ഇവിടെ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, നഗരം വൃത്തിയാക്കുന്ന ആളുകൾ. ഈ ഭാഗത്തൊക്കെ മുമ്പ് നിറയെ ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. അതൊക്കെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വെട്ടിമാറ്റിയതാണ്. നിറയെ ഉണ്ടായിരുന്നു, നിറയെ വലിയ വലിയ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെടികളായിരുന്നു, നിറച്ച് പൂക്കളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ അവർ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് സൈക്കിൾ ട്രാക്കാണ്. ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് നിറയെ മണ്ണ് ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ എപ്പോഴും നല്ല രീതിയിൽ ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകിലാണ് അനന്തരയുടെ റിസോർട്ട്. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അനന്തരയുടെ റിസോർട്ടുകളാണ്. ദൂരെ നേരം പുലർന്നു വരുന്നുണ്ട് സൂര്യന്, പക്ഷേ സൂര്യനെ കാണുന്നില്ല. വെളിച്ചം മെല്ലെ മെല്ലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. കാരണം ദൂരെ ഫ്ലൈ ഓവർ, അതിനോട് ചേർന്ന് റോഡൊക്കെ വരുന്നു. അണ്ടർപാസിൻ്റെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളിതിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ നേരെ കടലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ നടന്ന് മാൻഗ്രോവ്സിൻ്റെ പുറകിലേക്ക് എത്തി. ഇവിടെയാണ് നിറയെ കണ്ടൽക്കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കടൽ ഉള്ളിലേക്ക് കയറിയൊരു ഭാഗമാണത്. ഈ ഒരു ഭാഗം മുഴുവനായിട്ടും മണ്ണിട്ട് നികത്തി അവർ കിലോമീറ്ററോളം ദൂരത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തൊട്ട് ചേർന്നാണ് ഹൈവേ കടന്നു പോകുന്നത്. ആ ഭാഗത്തൊക്കെ വളരെ ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ വെച്ച് നല്ല വലിയൊരു ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇതിൻ്റെ എതിർവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും കണ്ടൽക്കാടുകളാണ് കാണുന്നതൊക്കെ. വളരെ മനോഹരമായിട്ട് അതെല്ലാം വൃത്തിയോടുകൂടി സംരക്ഷിച്ചിട്ടുണ്ട്. അത് അങ്ങറ്റം തൊട്ട് തുടങ്ങി ഇതിങ്ങനെ നീണ്ട് കിടക്കുകയാണ്, കിലോമീറ്ററുകളോളം നീണ്ട് കിടക്കുകയാണ്. ഇവിടെ വലിയ പാറക്കെട്ടുകളൊക്കെ കൊടുന്ന് ഇതിനൊരു പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം വളരെ ശാന്തമായിട്ടാണ്, ഒഴുക്കുകളൊന്നുമില്ലാതെ യാതൊരുവിധ മാലിന്യങ്ങളുമില്ലാതെ വളരെ വൃത്തിയായിട്ട് ഇവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ് അലൗഡ് അല്ല, അതുപോലെ ഫിഷിംഗ് അലൗഡ് അല്ല. പിന്നെ നമുക്ക് തീ കത്തിക്കാൻ, ചൂണ്ടയിടാനൊന്നും പാടില്ല. അതൊക്കെ ഇവർ നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ചുറ്റി സഞ്ചരിക്കാനൊക്കെ ആയിട്ട് ഈ ബൈക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഓരോ നിശ്ചിത ദൂരം ഗ്യാപ്പിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ ഓരോ നിശ്ചിത ദൂരം ഗ്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കണ്ട കടലിൻ്റെ മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റോഡാണ് ഈ കാണുന്നത്. ആ റോഡിനോട് ചേർന്നുള്ള ഭാഗം, അതായത് നടക്കാനൊക്കെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആളുകൾക്ക് നടക്കാൻ അതിലൂടെ ഒരു ട്രാക്ക് ഉണ്ട്. ഇപ്പം ഞാനീ നടക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ആ പച്ച നിറത്തിൽ കാണുന്നത് സൈക്കിൾ ട്രാക്കാണ്. അതുപോലെ റോഡിനപ്പുറത്ത് കാണാം, അതെല്ലാം വീടുകളാണ്. അതിനോട് ചേർന്ന് ചെടികൾ, ബുഷ് പോലെ നല്ല രീതിയിൽ വെട്ടി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നാട്ടിൽ ഒരു മരം പോലും വളരാത്ത ഈ ഒരു നാട്ടിൽ ഇവർ എല്ലാ തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ കൊടുന്ന്, ഈവൻ മണ്ണ് വരെ കൊടുന്ന് ഇവർ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കുന്നുണ്ട് നല്ല രീതിയിൽ. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ പുഴയുടെ തീരത്തൊക്കെ കാണുന്ന ആ ചെടിയാണിത്. ഒരു ഉപയോഗമില്ലാതെ അവിടെ ഇവിടെയൊക്കെ കാട് പിടിച്ച് ഉണ്ടാകുന്ന ചെടി ഇവർ നല്ല രീതിയിൽ ഇവിടെ നട്ട് നനച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ കുളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം പായൽ പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ചെടി, സെയിം സാധനമാണ് ഇവിടെ കണ്ടില്ലേ. ഇവർ നട്ട് നനച്ച് വളർത്തി അതിന് വളമൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നു. അതായത് ഇവർ പരമാവധി എല്ലാ ഭാഗവും ഇവർ ഗ്രീനറി ആക്കിയെടുക്കുകയാണ്. നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചു. എത്രത്തോളം ഗ്രീനറി ഒഴിവാക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അങ്ങ് ദൂരെ ഇപ്പോൾ ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. ഏകദേശം പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ പണി നടക്കട്ടോ. റോഡിൻ്റെ അല്ല, ഇവിടെ റോഡിൻ്റെ സൈഡിലുള്ള ഗാർഡൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ട് കണ്ടില്ലേ, ഇവർ ആദ്യം ഇവിടെ ഇറിഗേഷൻ്റെ പൈപ്പുകളൊക്കെ ഇടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇവിടെ പരിപാടി ആദ്യം. കാരണം ഇവിടുത്തെ മണ്ണല്ലല്ലോ, മണലല്ലേ. ഈ കറുത്ത നിറത്തിൽ കാണുന്നത് ഇതൊരു വളമിട്ടതാണ്. കാരണം ഇവർ ചെടി നടുന്നതിന് മുമ്പ് ഈ മണ്ണിനൊന്ന് ഫലഭൂയിഷ്ടമാക്കണം. അതിന് ഒരു മണ്ണും പിന്നെ ഈ വളവും ഒക്കെ ഇട്ടിട്ടാണ് സെറ്റാക്കുന്നത്. ആ ഭാഗത്തൊക്കെ ഞാൻ രാവിലെ അതിലൂടെയാണ് വന്നത്. ആ ഭാഗത്തൊക്കെ ആ സമയത്ത് പണി തുടങ്ങുന്നേ ഉള്ളൂ. ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ നല്ല രീതിയിൽ പ്രകാശം അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സൂര്യനൊക്കെ ഉദിച്ച് ഒന്ന് വെളിച്ചമൊക്കെ ആയത്. ഈ ഭാഗത്തേക്കൊരു വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടുകളുടെ അല്ല, ഇവിടുത്തെ പാർക്കിങ്ങൊക്കെ ഉണ്ടല്ലേ, റോഡിന് പുറത്താണ്. അവിടെ ഇങ്ങനെ നല്ല കിഡിലൻ വണ്ടികളും ഉണ്ടാവും. ഈ കാണുന്ന ഒരു ഫെറാരിയാണ്. ഫെറാരി, ഇപ്പുറത്തൊരു റേഞ്ച് റോവറിനൊരു മുത്തശ്ശൻ കിടക്കുന്നുണ്ട്. പിന്നെ അത് അവിടെയൊക്കെ ആണല്ലോ പാർക്കിംഗ്. ഇതുപോലെ പോർച്ചൊക്കെ പുറത്താണ്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ നീറ്റാണ്. ഏരിയ മൊത്തം നീറ്റാണ്. പിന്നെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ കിളികളുടെ ശബ്ദവും ഇതൊക്കെയാണ് കേൾക്കുക. നമ്മുടെ നാട്ടിലെ ആ ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഈ ഭാഗങ്ങളെല്ലാം വളരെ വളരെ വൃത്തിയും വളരെ ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ഓരോ സ്ട്രീറ്റും അതുപോലെ തന്നെയാണ്, വളരെ വൃത്തിയോടു കൂടിയാണ് സൂക്ഷിക്കുന്നത്. നമുക്കിവിടെ ഒന്നൊരു വൃത്തികേട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നാണ്. അതിങ്ങനെ ഓരോ വീടിന് മുന്നിലും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഒരുപാട് കാഴ്ചകൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് മതിയായ രീതിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ കുറേ സ്ഥലത്ത് പണികൾ നടക്കുകയാണ്. പിന്നെ നമുക്ക് ബോട്ടിങ് കാണാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.